ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയുടെ പെയിനൊക്കെ ഇപ്പൊ മാറും. മാറിയാ മതിയായിരുന്നു. ഈ മരുന്ന് തന്നിരിക്കുന്നതേ ഡോക്ടർ പാർവതിയാ. അമ്മയ്ക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. പിന്നൊരു കാര്യം ഞാൻ പറയാം, സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെ സൗഭാഗ്യക്കുട്ടി ഓടി നടന്ന് ജോലി ചെയ്താലേ കൈമുട്ട് വേദന മാത്രമല്ല പല വേദനകളും വരും. കൈക്കൊരു വേദന, മോളെന്താന്ന് നോക്കുമായിരുന്നു. അയ്യോ, കയ്യിന്ന് വഴുതിപ്പോയി. മോളെ, ഇതൊന്ന് വൃത്തിയാക്കിക്കേ. ഭാഗ്യേ, നിന്റെ കയ്യിലെ വേദന മാറിയോ? മോള് തൊട്ടപ്പോ തന്നെ വേദന കുറച്ച് മാറി. ഓ, നല്ല കൈപ്പുണ്യുള്ള ഡോക്ടറാ അവള്. ഒരു ഡോക്ടർ കുഴല് പിടിക്കാൻ വിട്ട സമയത്ത് ഉപ്പ കോരാൻ പഠിപ്പിച്ചാ മതിയായിരുന്നു. ഏയ്, മോള് ചെയ്യല്ലേ? മോളെ, മോൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത് MBBS പഠിച്ചൊന്നുമല്ല, ഒരു മരുമകളായിട്ട് ചെന്ന് കേറുമ്പോ ആ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാ. കുടുംബവും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉത്തരവാദിത്തങ്ങളും കൂടും. അതെന്തൊക്കെയാണെന്ന് നീ അമ്മയോട് ചോദിക്കും. അമ്മ മോക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരും. ഗിരി, എന്താ ഗിരി? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഗിരിയുടെ മുഖം കണ്ടാൽ അറിയാം എന്തോ സന്തോഷമുള്ള കാര്യ. അതെ അപ്പച്ചി, സന്തോഷമുള്ള കാര്യം തന്നെയാ. അതാദ്യം അമ്മാവനോട് പറയാന്ന് കരുതി. രത്നക്കുട്ടിക്ക് ഒരു കല്യാണാലോചന ബ്രോക്കർ കൊച്ചന്റെ ചേട്ടത്തി കൊണ്ടുവന്നാ. കൊച്ചെന്ന ചേട്ടത്തി കൊണ്ടുവന്ന ആലോചന ആണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. അതിപ്പോ പേടിക്കണോ വേണ്ടെന്നൊക്കെ കല്യാണ ശേഷമല്ലേ പറയാൻ പറ്റൂ.